നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഡിറ്റർമിനന്റ് വെച്ചിട്ടുള്ള അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ടു ചെക്ക് ദ കൊളീനിയാരിറ്റി. ഇപ്പോൾ 3 കോർഡിനേറ്റ്സ് 3 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ ചെക്ക് ദി കൊളീനിയാരിറ്റി. അത് ഒരേ ലൈനിലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കൊളീനിയാരിറ്റി ഓഫ് 3 പോയിന്റ്സ് തന്നു. അപ്പോൾ 3 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരേ ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് തന്നു. അപ്പോൾ if x1 y1 x2 y2 x3 y3 are the 3 points. ഇത് നമ്മൾ 3 പോയിന്റ്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ then they lie on the same line. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? or said to be collinear എന്ന് പറയണമെങ്കിൽ or said to be collinear ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ എന്നറിയോ? നമ്മൾ നേരത്തെ ട്രയാങ്കിളിന്റെ കേസ് പറഞ്ഞ മാതിരി തന്നെ ഇവിടെയും ജസ്റ്റ് ഇത് കാണാതെ പഠിക്കണ്ടേ ഉള്ളൂ. ഈ സാധനം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ട x1 y1 x2 y2 x3 y3 1, ഈ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ? ദീസ് 3 പോയിന്റ്സ് x1 y1, ഇതിന് നമ്മളൊരു എ എന്ന് വിളിക്കുകയാണ്. ഈ പോയിന്റിനെ നമ്മൾ എ ബി സി. അപ്പോൾ ഇതിന്റെ ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റും അതവിടെ x1 y1 x2 y2 അപ്പോൾ x3 y3 ഇത് കൊളീനിയർ ആണെങ്കിൽ ഈ ഡിറ്റർമിനന്റ് 0 ആവണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ട്രയാങ്കിൾ ആവണമെങ്കിൽ എന്തായിരുന്നു? അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഇതായിരുന്നു. ഹാഫ് x1 y1 1 x2 y2 1 x3 y3 1. അപ്പോൾ ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തിൻ്റെ? ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ളത്. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് വെച്ച് നമ്മൾ ട്രയാങ്കിൾ കാണുകയാണെങ്കിൽ അങ്ങനെ ഒരു ട്രയാങ്കിൾ ഇല്ലല്ലോ. അപ്പോൾ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് കിട്ടണം? 0 കിട്ടണം. 0 കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് എന്തായാലും 0 അല്ല, ഹാഫ് ഇൻറ്റു സംതിങ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് 0 ആണെന്നല്ലേ? അതെന്നാണ് ഈ ഫോർമുല വന്നത്. ജസ്റ്റ് അറിവിന് വേണ്ടി പറഞ്ഞ മാത്രം. അതൊന്നും അറിയേണ്ട കാര്യമില്ല നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് തന്നു. സപ്പോസ് 1 1 2 2 3 3. ഇത് കൊളീനിയർ ആണോ നോക്കണം. ടു ചെക്ക് ദ കൊളീനിയാരിറ്റി ഓഫ് ദീസ് 3 പോയിന്റ്സ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? അടുത്ത സ്ലൈഡ് പോകുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ടു ചെക്ക് ദ കൊളീനിയാരിറ്റി ഓഫ് ഏതായിരുന്നു ആ പോയിന്റ്സ്? x1 y1 അല്ല, നമ്മൾ അവിടെ എടുത്ത എക്സാമ്പിൾ ഏതായിരുന്നു? 1 1 2 2 and 3 3. ഇത് കൊളീനിയർ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അത് 0 ആണെങ്കിൽ മാത്രമായിരിക്കും അത് കൊളീനിയർ ആണോ? 2 2 0 3 3 0 നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇത് ശരിക്കും നമുക്ക് ഇവിടുന്ന് പ്രോപ്പർട്ടി അറിയുന്ന ആള്, പ്രോപ്പർട്ടി അതായത് ഡിറ്റർമിനന്റ് കാണാൻ, ഡിറ്റർമിനന്റ് കുറേ പ്രോപ്പർട്ടി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കോളമോ അല്ലെങ്കിൽ ഒരു റോയൊക്കെ കംപ്ലീറ്റ് 0 വന്നു കഴിഞ്ഞാൽ ആ ഡിറ്റർമിനന്റ് 0 എന്നാണ്. ഇനി ഡൗട്ട് ഉള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്തുകൂടി കാണിച്ചു തരാം. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഫസ്റ്റ് റോ എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യാണ് ആണോ? ഡിറ്റർമിനന്റ് നമുക്ക് പല രീതിക്ക് കാണാം കേട്ടോ, എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ എടുത്തിട്ട് കാണുകയാണ്. അതാ ഫസ്റ്റ് റോ എടുത്ത് കാണുകയാണെങ്കിൽ നമുക്ക് 0 കിട്ടും. വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 1 ഇൻറ്റു 0 മൈനസ് 0 ആണോ? അതേമാതിരി -1 ഇൻറ്റു ആര് വരും? അതും 0 മൈനസ് 0 എന്നാവും. പ്ലസ് 0 ഇൻറ്റു എന്ത് വരും? 6 മൈനസ് 6. അപ്പോൾ എല്ലാതും 0 ആണ്. 1 ഇൻറ്റു 0 മൈനസ് 1 ഇൻറ്റു 0 പ്ലസ് 0 എല്ലാം എന്തായാലും ഫൈനലി 0 എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് ഡിറ്റർമിനന്റ് 0 ആണ്. അപ്പോൾ therefore എന്ത് പറയാം? those 3 points are എന്ത് പറയാം? are കൊളീനിയർ എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്കൊരു എക്സാമ്പിൾ കൂടി പോകട്ടോ. ഒരു മിനിറ്റ്. എന്നാ ക്വസ്റ്റ്യൻ എന്താ എഴുതിക്കോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഷോ ദാറ്റ്
ഷോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് തരിക. ഷോ ദാറ്റ് ദ പോയിന്റ്സ്, ഏത് പോയിന്റ്സ്, പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എ 5 5, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ -5,1, സിയും തന്നിട്ടുണ്ട്. സി തന്നിട്ടുള്ള എന്താണ് 10,7. ആർ കൊളീനിയർ, ഇത് കൊളീനിയർ ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആ ഡിറ്റർമിനന്റ് കാണും. ഡിറ്റർമിനന്റ് എങ്ങനെയായിരുന്നു, 5 5 1 -5 1 1 10 7 1. ഓക്കെ, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്ത് വരും, ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 5 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ്, ബാക്കി ആരൊക്കെ ഉണ്ടാവും, 1 1 7 1 1 1 7 1 മൈനസ് വീണ്ടും 5 ഇൻറ്റു ആര് വരും, ഇവിടെ -5 1 10 1 പ്ലസ് 1 ഇൻറ്റു ആര് വരും, ബാക്കി ആരുണ്ട്, -5 1 10 7. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 5 ഇൻറ്റു 1 മൈനസ് 7 വരും, -5 ഇൻറ്റു -5 -10, അപ്പോൾ -15 വരും. ഓക്കെ, പ്ലസ് 1 ഇൻറ്റു ആകുമ്പോൾ -35 -10, അപ്പോൾ -45 വരും. ഓക്കെ ആണോ? എന്ത് വരും, 5 ഇൻറ്റു -6 പ്ലസ് 5 ഇൻറ്റു 15 -45 എന്ന് വരും. ഓക്കെ, അപ്പോൾ -30 പ്ലസ് 15 ഇൻറ്റു 5 എന്ത് വരും, 75 -45 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന 2 മൈനസ് ഉണ്ട്. അപ്പോൾ +75 ആദ്യം എഴുതി, -30യും -45 കൂട്ടിക്കഴിഞ്ഞാൽ -75 കിട്ടും. ബാക്കി എന്ത് വരും, ഡിറ്റർമിനന്റ് 0 ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതി അവസാനിപ്പിക്കാം, ബാക്കി നമുക്ക് എന്തെഴുതി അവസാനിപ്പിക്കാം, ആ ഡിറ്റർമിനന്റ് 0 ആണ്. therefore A B C are കൊളീനിയർ എന്ന് എഴുതി അവസാനിപ്പിക്കാം. ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ ആണോ?